ജിന്നുകൾ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. അവരിൽ നല്ലവരുണ്ട്, ചീത്തയാളുകളുമുണ്ട്. അന്നാ മിന്ന സ്വാലിഹൂന വമിന്നാ ദൂന ദാലിക വകുന്നാ ത്വറായിഖ ഖിദദാ. പരിശുദ്ധമായ ഖുർആനിലെ ഒരു അധ്യായമാണ് സൂറത്തുൽ ജിന്ന്. അതിൽ ജിന്നുകളുടെ വർത്തമാനം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിന്നുകൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അവർ ഖുർആൻ എന്ന് കേട്ടപ്പോൾ പറഞ്ഞു, ഇന്നാ സമിഅ്നാ ഖുർആന അജബാ, ഇത് അത്ഭുതമായ വേദമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. മക്കയിൽ ചെന്നാൽ ജന്നത്തുൽ മുഅല്ലയുടെ ചാരത്ത് മസ്ജിദുൽ ജിന്നി എന്ന പേരിൽ അല്ലാഹുവിന്റെ ഹബീബ് ജിന്നുകൾക്ക് ഖുർആൻ പറഞ്ഞു കൊടുത്ത സ്ഥലത്തൊരു പള്ളിയുണ്ട്. അപ്പോൾ ജിന്നുകളെ ആരും ഇങ്ങനെ ആക്ഷേപിച്ചു തരേണ്ടതല്ല. ജിന്നുകളിൽ സ്വാലിഹീങ്ങളുണ്ട്, ജിന്നുകളിൽ തെറ്റ് ചെയ്യുന്ന ആളുകളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിന്നിലേക്കും മനുഷ്യരിലേക്കും അയക്കപ്പെട്ട ഇലാ കാഫത്തിസ് തഖലൈൻ, ജിന്നുകളിലേക്കും മനുഷ്യരിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം ഒരു സ്വഹാബി വന്ന് പറയുകയാണ്, നബിയേ, വഴിയിൽ ഒരു പാമ്പ് ഇങ്ങനെ ചത്തു കിടക്കുന്നത് കണ്ടു. ഞാനതെടുത്തിട്ടങ്ങ് കുഴിച്ചിട്ടു. അപ്പോൾ വാനലോകത്ത് നിന്നതാ ഞങ്ങൾക്ക് ആശംസ കേൾക്കുന്നു. ഹബീബായ നബി ഞങ്ങളോട് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറുപടി എന്താണ്? രണ്ടു ജിന്നുകൾ തമ്മിൽ വാനലോകത്ത് സംഘട്ടനമുണ്ടായി. ഒരു ജിന്നിന്റെ പേര് മിഹ്സൻ ബിൻ ജൗഷൻ എന്നാണ്. ആ ജിന്നിന്റെ പേര്, അത് ജൂതനായ ജിന്നാണ്. രണ്ടാമത്തെ ജിന്നോ ഹാം ബിൻ ഹീം ബിൻ ലാബീസ് ബിൻ ഇബ്ലീസ് എന്ന ജിന്നാണ്. ഈ രണ്ട് ജിന്നുകളും തമ്മിൽ സംഘട്ടനം നടന്നപ്പോൾ മുസ്ലിമായ ജിന്ന് ഷഹീദായി അവിടെ വീണതാണ്. അദ്ദേഹത്തെ കബറടക്കിയപ്പോ നിങ്ങൾക്ക് കിട്ടിയ ആശംസയാണ്. ഇതുപോലെ ജിന്നുകളുടെ ലോകത്ത് സംഘട്ടനങ്ങളുണ്ട്. ജിന്നുകളുടെ ലോകത്ത് അങ്ങനെ വ്യവഹാരങ്ങളുണ്ട്. ജിന്നുകളുടെ ഭക്ഷണം ഏതാണെന്ന് നബിതങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ജിന്നുകളെ സൃഷ്ടിച്ചത് എവിടെ നിന്നാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വ്യക്തമായ ധാരണ ഇസ്ലാമിലെ ജിന്നുകളെ കുറിച്ചുണ്ട്.